ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വരുന്നത്. അപ്പം ഇന്ന് കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഇനി മീനൊന്നും ഇപ്പോൾ ഇതിലെ വരലില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പം മീൻകാരൻ വരും വിചാരിച്ച് കാത്തുനിന്ന് 12 മണിയായി. ഇനി കാത്തുനിന്നിട്ട് കാര്യമില്ല വിചാരിച്ചു കണ്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പം മുരിങ്ങാമരം നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് മുരിങ്ങ പൊടിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഊരിങ്ങാണ്ട് കഴുകി വെച്ചിക്കണ്. അപ്പം നമുക്ക് തേങ്ങ അരച്ചൊരു കറിയാക്കാം. അപ്പം തേങ്ങ ഞാൻ അരച്ച് വെച്ചിക്കണം കേട്ടോ. അതിക്ക് 2-3 പോണ ചീരുള്ളിയും പച്ചമുളകും ഇട്ടുകൊണ്ടാണ് അരച്ച് വെച്ചത്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്ത്. അങ്ങനെ അത് മൂത്ത് വന്നപ്പോഴാണ് ഞാൻ മുരിങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. മുരിങ്ങൻ്റെ കളറ് മാറാതെക്കാൻ ഞാൻ എണ്ണയ്ക്ക് തന്നെ മുരിങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. അത് പിന്നെ ആ എണ്ണയിലിട്ടുകൊണ്ടേ ഒന്ന് അവിടെ മിക്സ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം, ചോറ് വെച്ചതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചെടുത്ത്. അതൊക്കെ ഒഴിച്ചെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസ് സിമ്മിലാക്കി കേട്ടോ. പിന്നെ അത് തിളക്കാനാണ് നിന്നിട്ടില്ല, ഞാൻ എണ്ണയിലിട്ട് വാട്ടിയതാണല്ലോ. എന്നിട്ട് തേങ്ങ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി ഞാൻ. പിന്നെ തേങ്ങ ഇങ്ങനെ തുള്ളി ഇങ്ങനെ വരും, നല്ലോണം തിളക്കണ്ട. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തേക്കണം. പിന്നെ മുരിങ്ങല്ലോ ഒന്ന് വാട്ടിയും ചെയ്തേക്കണം. പിന്നെ ആ ചൂടിൽ കടന്ന് തന്നെ മുരിങ്ങ പോകും. അപ്പം നമ്മളെ മുരിങ്ങാക്കറി സെറ്റായി. അപ്പം ഇനിയിപ്പോൾ എന്താ ഉപ്പേരിച്ചാണെങ്കിൽ കൂട്ടാൻ എന്തെങ്കിലും ഉപ്പേരിയായിട്ട് ചോറിന് വേണം. ഞാൻ ചോറെല്ലാം അധികം കഴിക്കുക ഉപ്പേരിയാണ്. അപ്പോൾ ഒരു പീസ് മത്തന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിനി. അപ്പോൾ ആ മത്തനൊക്കെ തൊലി കളഞ്ഞ് നല്ല കഷ്ണങ്ങളൊക്കെ ആക്കിങ്ങാണ്ട് ഞാൻ ഒരു ചട്ടിക്ക് കഴുകിങ്ങാണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ഒരു അരമുറി ഉണ്ടല്ലോ അതിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചീരുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിക്കണം. മത്തനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഒന്ന് വേവാകണം. ഇപ്പോൾ കറക്റ്റ് ആയിക്കണേ. ഒന്ന് കുറഞ്ഞ ലൂസാവും വേണം, പറ്റ ടൈറ്റ് ആവും ചെയ്യരുത്. ഇനി നമുക്ക് ചതവൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അരയേണ്ട കേട്ടോ, തേങ്ങ ഒന്നൊരു ക്രഷ് ചെയ്താൽ മതി. മത്തനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടത്. പിന്നെ അത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നമുക്കിത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മത്തൻ്റെ കൂട്ടാനും അതും റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ 2 ഉണക്കൽ മീനും കൂടി പൊരിച്ചെടുത്താൽ ഇന്നത്തെ തട്ടിക്കൂട്ട് ലഞ്ച് റെഡി. ഉണക്കമീൻ ഞാൻ എന്താട്ടിക്കണം അറിയാം, മുരിങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്തങ്ങാണ്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടേച്ചിന് ഉപ്പ് പോകാൻ വേണ്ടിക്കാണ്ട്. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് പേരിനൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് കുഴമ്പി അവിടെ വെച്ചിനി. പിന്നെ അതിങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ അതിക്ക് 4-5 പച്ചമുളകും ഞാൻ കീറിയിട്ട് കൊടുത്തേക്കണം. ആ പച്ചമുളക് ഇങ്ങനെ കടിച്ച് നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നത്തെ തട്ടിക്കൂട്ട് ലഞ്ച് റെഡിയായി. ചോറ് തിന്നാൻ നേരത്താണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഇനി ചോറൊക്കെ വിളമ്പി ചോറ് കഴിക്കട്ടെ. അപ്പം നമ്മൾ മത്തന് ഉപ്പേരിയും ഉണക്കമീനും പിന്നെ മുരിങ്ങാക്കറിയും പിന്നെ പപ്പടം പൊരിച്ചതും കൂട്ടിങ്ങാണ്ട് എല്ലാവരും ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 3-3:30 ആയപ്പോൾ മോന് പറഞ്ഞു, വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കല്ലേ. ഓനാണെങ്കിൽ മധുരം എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നോക്കട്ടെ പായസത്തിൻ്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. അപ്പം കുറച്ച് സേമിയനും ഉണ്ട്, അടപ്രഥമൻ്റെ കുറച്ച് അടയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചങ്ങാണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. നമ്മൾ അടയ്ക്ക് കുറച്ച് തിളച്ചെള്ളം പാരണല്ലോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ അട അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിരിക്കണം പാത്രത്തിൽ. അതിക്ക് ഒഴിച്ചു കൊടുത്ത്. വീഡിയോസിൽ കാണുന്നില്ല. ഞാൻ അവിടെ കടന്ന് വേവട്ടെ. നമുക്ക് ഇനി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നെയ്യ് നമുക്ക് സേമിയ വറുത്തെടുക്കണം. അപ്പം നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഈ സേമിയത്തിൽ നിന്ന് പകുതിയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കണത്, പകുതി മാറ്റി വെക്കുകയാണ്. നമ്മളെ കയ്യിൽ എന്താണോ അതുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു പായസം ഉണ്ടാക്കുക, അത്രേ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ പാലും കുറച്ച് 1 ലിറ്റർ പാലും ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിനി. ആകെ 1 ലിറ്റർ പാലാട്ടോ ഞാനിത് പായസത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് നല്ലോണം വറവായിട്ട് പിന്നെ നമ്മൾ വറുക്കാത്ത സേമിയ ഉണ്ടല്ലോ അതൊന്ന് ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് അപ്പം തന്നെ അത് കോരി മാറ്റി. ഇനി ഇത് ക്യാരമൽ ചെയ്തുകൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താട്ടിയൊക്കെ കോരി വെച്ചുകൊണ്ട് പിന്നെ അതിക്ക് പഞ്ചസാര ഇട്ടെടുത്ത്. പഞ്ചസാരക്ക് കണക്കൊന്നുമില്ല, ഞാൻ കുറച്ചാണ്ട് ഇട്ട് കൊടുത്തേക്കണ്. 1 കപ്പ് പഞ്ചസാര എന്തായാലും ഉണ്ടാവും. ചെറിയ കപ്പിന് ഒരു 3 കപ്പ് ഇട്ട് കൊടുത്തേക്കണ്. അപ്പം നമ്മൾ വലിയ കപ്പിന് 1 കപ്പ് ഉണ്ടാവും. ക്യാരമൽ ചെയ്യുമ്പോഴേ ഗ്യാസ് ഫുള്ളിലാകാൻ പറ്റില്ല, സിമ്മിലാകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വേഗം കരിയും ചെയ്യും, നമ്മളെ ടേസ്റ്റ് മാറ്റം വരും ചെയ്യും. എന്തിനാണെങ്കിലും കയ്പ്പ് രസം വരും.
അങ്ങനെ അതൊക്കെ നല്ലോണം മെൽറ്റായിട്ട് പിന്നെ ഞാൻ ആ 1 ലിറ്റർ പാലുണ്ടല്ലോ അത് ഇതൊക്കെയാണ് ഒഴിച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ ഈ കാരമൽ ചെയ്ത പഞ്ചസാരയ്ക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ ആകെ 1 ലിറ്റർ പാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ പാൽ ഒഴിച്ചെടുക്കുമ്പോഴേ പഞ്ചസാര ഇങ്ങോട്ട് കല്ല് പോലെ ആവും. പിന്നെ അത് പാലൊക്കെ ഒന്ന് ചൂടാവുമ്പം അത് ഇങ്ങോട്ടാണ്ട് അലിയും ചെയ്യും. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇതിൽ കടന്ന് അലിയട്ടെ. അപ്പോൾ അതിന് നമ്മളെ അട ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം വെന്തിക്കണം. അതിൽ തിളച്ചെള്ളത്തിൽ കിടന്നുകൊണ്ട് അത് നല്ലോണം കഴുകി മാറ്റാം. അടയും സേമിയനും പായസം വെക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണത്. സേമിയനും ചവ്വരിയും വെറും സേമിയനും അല്ലെങ്കിൽ അട മാത്രം അങ്ങനെയൊക്കെ പായസം വെക്കുമല്ലോ. ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്തായാലും പരീക്ഷണം സക്സസ് ആയിക്കണം. അങ്ങനെ അതൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം. ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഈ പാലും വെള്ളം ഒക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ട് തിളക്കണ്ട, ചൂടായി വന്നിട്ട് നമുക്ക് ഈ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അങ്ങനെ സേമിയനൊക്കെ ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അട ഉണ്ടല്ലോ അട ഇതിൻ്റെ കൂടെ തന്നെ അതും ഇട്ടെടുത്തുങ്ങാണ്ട് പിന്നെ രണ്ടും നല്ലോണം മിക്സ് ചെയ്തുങ്ങാണ്ട് ഇളക്കി വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ എന്താ ഇത് രണ്ടും കുറുക്കി ഇങ്ങനെ എടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ചുണ്ടായിനി അതൊന്ന് തൂമിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം എൻ്റെ അടുത്ത് ഏലക്കൻ്റെ പൊടി ഇല്ലേ ഇനി. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തുങ്ങാണ്ട് അയിക്കിട്ടുങ്ങാണ്ട് പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ. പായസം ക്യാരമലിൻ്റെ മധുരം മാത്രമല്ല, അല്ലാതെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ടും മധുരം കുറവാണ്. അപ്പോൾ ഞാൻ ഈ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചതുണ്ടല്ലോ അത് കുറച്ച് അതും ഇട്ടുകൊടുത്ത് ഇപ്പം പായസം ഒരുവിധം സെറ്റായിക്കൊണ്ട് നിൽക്കണുണ്ടേ. ഇത്ര മതി, കുറുകൽ മതി. ഇനി നമ്മൾ ചൂടാറുമ്പേ നല്ലോണം കുറുകിപ്പോവും. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ തൂമിച്ചുകൊണ്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ തട്ടിക്കൂട്ട് പായസം റെഡിയായി. ഇതിനെന്താ പേരിടുകയെന്ന് വെച്ചറിയില്ല. സേമിയനും അടയാണ്. അപ്പം നമ്മൾ ആദ്യമൊക്കെ അംഗൻവാടിയിൽ നിന്ന് വന്നിക്കണേ. അപ്പോൾ പായസമൊക്കെ ചൂടാറ്റിങ്ങാണ്ട് ഓൽക്കും കൊടുക്കട്ടെ. എന്തായാലും ഓൽക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ്. ഓൽക്ക് പിന്നെ ഈ മധുരമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ തട്ടിക്കൂട്ട് പായസം തട്ടിക്കൂട്ട് ലഞ്ചുമായിട്ട് ഇന്നത്തെ ദിവസത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.